ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP. മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നും ആവശ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത്. ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രോഹിണി, വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കലാപത്തിൽ പശ്ചിമ ബംഗാളിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സംഭവം. പ്രത്യേകിച്ച് മുർഷിദാബാദിലാണ് ഏറ്റവും വ്യാപകമായ ആക്രമണം മുസ്ലിം ഭീകരവാദികൾ നടത്തിയത്. ഇതിനെതിരെയാണ് ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും VHP ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ നേതൃത്വം ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും VHPയുടെ 2 ആവശ്യങ്ങളാണ്. ഒന്ന്, പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. VHP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നൊരു വിഷയം ഇതിപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്താണെങ്കിലും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് 2021 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭിച്ച ഘട്ടത്തിലാണെങ്കിലും വ്യാപകമായ സംഘർഷം അവിടെ രൂപപ്പെട്ടു. ഹിന്ദുക്കളാണ് ഇതിന് ഇരയാകുന്നത്. ഹിന്ദു സമൂഹത്തിന് ബംഗാളിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം മാറ്റുകയാണ് അവിടുത്തെ സർക്കാർ തന്നെ. അതിനാൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നതാണ് VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഈ മുർഷിദാബാദിൽ നടന്ന കലാപത്തെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ്. നിലവിലൊരു 9 അംഗ സമിതിയുടെ അന്വേഷണം നടക്കുന്നു. അത് ബംഗാൾ പോലീസാണ് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ VHP ചൂണ്ടിക്കാണിക്കുന്നത് ഈ കലാപത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് മമതാ ബാനർജിയും സർക്കാരുമാണ്. അതിനാൽ പശ്ചിമ ബംഗാൾ പോലീസിൻ്റെ അന്വേഷണം വെറുമൊരു പ്രഹസനമാകും എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആശങ്ക. അതിനാൽ ദേശീയ അന്വേഷണ ഏജൻസി NIAയുടെ ഒരു അന്വേഷണം ഈ മുർഷിദാബാദ് കലാപവുമായി ബന്ധപ്പെട്ട് വേണം എന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു. ഈ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് VHP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഗൗതം, നമുക്കറിയാം പലപ്പോഴും വഖഫ് ആകട്ടെ, പൗരത്വ ഭേദഗതി നിയമമാകട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ പശ്ചിമ ബംഗാളിൽ ആദ്യം ഒരു തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന വരികയും അതേ തുടർന്ന് ഇസ്ലാമിസ്റ്റുകളാണ് പലപ്പോഴും ഈ ആക്രമണത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളതുമാണ്. അവിടെയാണ് മമതാ ബാനർജി സർക്കാർ വലിയ രീതിയിലുള്ള മൗനം പിന്തുടരുന്നത്. അതായത് ഏതു രീതിയിലുള്ള ആക്രമണം നടത്തിയാലും ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ളൊരു സന്ദേശം ഈ തീവ്രവാദികൾക്ക് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വലിയ രീതിയിലുള്ള കലാപം അഴിച്ചുവിടുകയും ആ കലാപത്തിൻ്റെ മറവിൽ ഹിന്ദുക്കളെ ഉൾപ്പെടെ വേട്ടയാടി കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ ഇതിനെതിരെ ഒരു തടയിട്ടേ മതിയാകുകയുള്ളൂ. എന്തായാലും ഇതിപ്പോൾ നിലവിൽ രാഷ്ട്രപതി ഭരണം തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്നതിലൂടെ ശക്തമായ ഒരു പ്രതിഷേധത്തിന് തന്നെയല്ലേ വിശ്വ ഹിന്ദു പരിഷത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസം BJPയും ഇതേ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ മുഖ്യ പ്രതിപക്ഷമായ BJPയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരിയും പശ്ചിമ ബംഗാളിൽ താൽക്കാലികമായെങ്കിലും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തും ഇതേ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ഇത്തരം കലാപങ്ങൾ ബംഗാളിൽ ഉണ്ടാവുകയാണ്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ രാജ്യത്ത് മറ്റ് ചില ഭാഗങ്ങളിൽ കൂടി കലാപങ്ങൾ നടന്നിരുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും അതോടൊപ്പം തന്നെ മംഗലാപുരത്തുമൊക്കെ കലാപം അതോടൊപ്പം തന്നെ ചിലയിടത്ത് പോലീസുമായുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും മറ്റ് ഒരു സ്ഥലത്തും ഇത്തരം പ്രതിഷേധങ്ങളോ ഇത്തരം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അതിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്നു. അതിന് പിന്നാലെ വ്യാപകമായ ആക്രമണം ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ അത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ്. 2021 പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിൻ്റെ തുടർഭരണം ലഭിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആഘോഷം എന്ന നിലയിലാണ് അന്ന് കലാപം നടന്നത്. ആ കലാപത്തിൽ 100 കണക്കിന് ഹിന്ദുക്കൾക്ക് അയൽ സംസ്ഥാനമായ അസ്സാമിലേക്ക് അഭയാർത്ഥികളായി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പല സംഘർഷങ്ങളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ബംഗാളിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരം
വ്യാപകമായ കലാപങ്ങൾ ഓരോ വിഷയങ്ങളുടെ പേരിൽ നടക്കുന്നത്, രാമനവമി ആഘോഷങ്ങൾക്ക് ബാൻ ഏർപ്പെടുത്തുക, അത്തരം വിവാദ വിഷയങ്ങൾ കൂടി പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അതിനാൽ ബംഗാളിൽ ഇത്തരം ഹിന്ദു വിരുദ്ധമായ കലാപങ്ങൾ തുടർക്കഥയാകുന്നു എന്നതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക എന്നത്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെങ്ങും കലാപത്തിൻ്റെ അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നില്ല. മുൻകാലഘട്ടങ്ങളിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപൊക്കെ UP അതുപോലെ തന്നെ ബീഹാർ പോലെയൊക്കെയുള്ള ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലാണ് വ്യാപകമായ കലാപങ്ങൾ നടന്നതെങ്കിൽ ഇപ്പോൾ ഉത്തർപ്രദേശൊക്കെ പൂർണ്ണമായും ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. കലാപകാരികളെ കൃത്യമായി യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ അടിച്ചമർത്തുന്നുണ്ട്. മറ്റ് ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പഴയ കലാപത്തിൻ്റെ കണക്കുകളും ഇപ്പോഴത്തെ കണക്കുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ പൊതുവെ ശാന്തമാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം. എന്നാൽ പശ്ചിമ ബംഗാൾ തുടർച്ചയായി കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. അതിനാലാണ് അവിടെ രാഷ്ട്രപതി ഭരണം വേണം എന്നൊരു ആവശ്യം ശക്തമാകുന്നത്. രോഹിണി. ശരി. ബംഗാൾ കലാപത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP, മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നും ആവശ്യം. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.